ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു വ്ളോഗാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോയിട്ടുള്ളത് വരന്തരപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. ചിമ്മിനി ഡാമൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോണ വഴിയിൽ അവിടെ എത്തിയപ്പോഴാണ് വരന്തരപ്പള്ളി എത്തിയപ്പോഴാണ് നമ്മൾ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ശരിക്കൊരു ഗ്രാമപ്രദേശമാണ്. രണ്ട് സൈഡും നിറച്ച് റബ്ബർ തോട്ടങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്കവിടെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളുടെ ഈ സിറ്റികളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു പ്രകൃതി നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ഈ വ്ളോഗ് ഒന്ന് എൻജോയ് ചെയ്യുക. ഇവിടെ ശരിക്കും നമുക്ക് നിർത്തി ഇറങ്ങിയൊക്കെ നിൽക്കാം, പക്ഷെ നമ്മൾ വേഗം തന്നെ പോയി. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. അധികം തിരക്കില്ലാത്ത റോഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയൊക്കെ സ്ലോ ആക്കി നമുക്ക് നിർത്തിയൊക്കെ പോവാം. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ തന്നെ ചിമ്മിനി ഡാമും ഉണ്ട്, പക്ഷെ നമ്മളങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളോടെ കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റിയ വേറൊരു കാഴ്ചയായിരുന്നു, റോഡിലൊക്കെ പശുക്കളുണ്ടായിരുന്നു. അത് ഓരോരുത്തർ വീട്ടിൽ വളർത്തുന്നതാണ്, പക്ഷേ അവരെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല. അത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടുകയൊന്നും ഉണ്ടായില്ല. അതും കുട്ടികളുള്ളായിരുന്നു, അവർക്ക് നല്ലോണം അത് കണ്ട് രസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുഴകളൊക്കെ ഉണ്ട് നമ്മളീ പോകുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ഏകദേശം ആ സ്ഥലത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ഏരിയയിലെ വഴി ഇങ്ങനെയാണ്, അതായത് ഒരു സൈഡിൽ കുന്നുകളും മറ്റേ സൈഡാണ് ഈ കാണുന്നത്. ഒരു ചെറിയതായിട്ടൊരു ഇറക്ക് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല സ്ലോവിൽ പോകാനാണ്, നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം ഏകദേശം എത്താനായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ പുഴയുടെ ബാക്കി കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നേരം നമ്മൾ ഈ തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നു. നല്ല സൈലൻ്റാണ്, വേറൊരു സൗണ്ടൊന്നുമില്ല. ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ചെവിടിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു, വേറൊരു സൗണ്ടൊന്നുമില്ല. ഇപ്പോൾ ഇതാണ് ആ പുഴ, നമ്മൾ അവിടെ നിന്ന് കണ്ട ആ പുഴയാണിത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവിടെ നിൽക്കുമ്പോൾ ഈ പുഴയിൽ ആ വെള്ളം പോണ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. നല്ല സൈലൻ്റാണ്. നമുക്ക് നല്ലോണം എന്താ പറയുക, നമ്മുടെ മനസ്സിൽ വല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത്ര നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു വരന്തരപ്പള്ളിയിലുള്ള ഈ കാഴ്ചകളൊക്കെ. നമ്മളിപ്പോൾ വന്ന കാര്യമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് റബ്ബർ പാലാണ്. റബ്ബർ പാലാണ് ഈ കാണുന്നത്. അതിന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലിയാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്, കാരണം നല്ല സൈലൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എൻ്റെ മോനൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും കളിക്കാൻ പറ്റിയൊരു, നമുക്ക് പേടിക്കാതെ തന്നെ നിൽക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ട മറ്റൊരു കാഴ്ചയാണ്, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ അവർക്ക് ഈ പുഴ കടക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിരുന്ന ഒരു പാലാണിത്. ഇപ്പോൾ ഇത് നശിച്ച് കിടക്കുകയാണ്. എന്നാലും ഇതിൻ്റെ കുറച്ച് പാർട്സുകളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ അന്നത്തെ നിർമ്മിതിയുടെ ഒരു ഭാഗമായിട്ട് നമുക്കിത് കാണാനായിട്ടൊക്കെ സാധിച്ചു. ഇത് അപ്പുറത്തേക്ക് അവർ കടക്കാൻ വേണ്ടി, അതായത് ഈ പുഴ കടക്കാൻ വേണ്ടി അവർ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ പണികൾ അവിടെ പിന്നീടും തുടരാനായിട്ട് നടക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയ മറ്റൊരു കാഴ്ച തന്നെയാണ്. അന്നത്തെ കാലത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു നിർമ്മിതി നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചു. ഇതും നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. നമ്മൾ ഇപ്പോൾ പോരുമ്പോൾ തന്നെ സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്നാക്ക് മേടിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോരുന്ന വഴി, ചേർത്ത് കൂടി വരുന്ന വഴി കാണുന്നൊരു ക്രിസ്ത്യാനി പള്ളിയാണിത്. വലിയൊരു പള്ളി തന്നെയാണ്. അപ്പോൾ ഇതും നമ്മളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത്രയും വലിയൊരു പള്ളി നമ്മുടെ നാട്ടിൽ ചെറുപ്പി ഭാഗത്തൊന്നും ഇത്ര വലിയൊരു പള്ളിയില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.